Hello dear friends, welcome to Swathi Swagath tutorials. Today we are starting with a very important session from the chapter biological classification, that is virus. Okay, biological classification എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വൈറസ് എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. So let's start. Okay, then go to the characters of viruses. Here in the 5 kingdom classification, there is no mention of acellular organisms like viruses, viroids, prions, lichens, etc. Okay. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തു തന്നതാണ് അല്ലേ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു സെഷൻ മാത്രമാണ് ബാക്കിയായി പോയത്. അപ്പോൾ അവിടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു ബൈ R.H. Whittaker ആൻഡ് ഹി ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ഇൻ ടു 5 ഗ്രൂപ്പ്: മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ് ആൻഡ് എനിമാലിയ. ഓക്കെ, അത്രയും കാര്യങ്ങൾ പഠിച്ചപ്പോൾ അവിടെയൊന്നും ആരെ പറ്റി പറഞ്ഞില്ല, വൈറസസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. സോ ഇൻ ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ദർ ഈസ് നോ മെൻഷൻ ഓഫ് acellular organisms like viruses. വൈറസ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഉള്ള ആരൊക്കെയാണ്, വൈറോയിഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ദേ ആർ ഓൾസോ കൺസിഡേർഡ് ആസ് എൻ acellular organism ആൻഡ് prions are there and lichens etc. ലൈക്കൻസ് കാര്യങ്ങൾ നമ്മൾ റിലേറ്റഡ് എവിടെയൊക്കെ നമ്മൾ പറഞ്ഞതാണ് ലൈക്കൻസ് എന്നുള്ളത്. Then here acellular a term is there. acellular means എന്താണ്, സെല്ല് ഇല്ലാത്തതെന്നാണ് അർത്ഥം. സെല്ലുലാർ അല്ലാത്ത സ്ട്രക്ചർ ആണ് എന്ത്, acellular organism. Clear? Then go to the next point. Viruses are non-cellular organism. അത് തന്നെയാണ് എന്ത് പറഞ്ഞത്, acellular organism എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത്രയും ആൾക്കാരെ പറ്റിയുണ്ട്. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ആരെ പറ്റിയാണ്, വൈറസസ് ക്യാരക്ടേഴ്സ് ആണ് നോക്കുന്നത്. അതിനുശേഷം വൈറോയിഡ്സ്, പ്രയോൺസ് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. Then first viruses are acellular or non-cellular organism that are characterized by having an inert crystalline structure. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, ദേ ആർ നോട്ട് സെല്ലുലാർ സ്ട്രക്ചർ ബട്ട് ഹാവിങ് ആൻ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ദേ അപ്പിയർ ആസ് എ ക്രിസ്റ്റൽ ഫോം. ക്രിസ്റ്റൽ പോലെ അല്ലെ, ജീവനുള്ളതാന്ന് പോലും തോന്നാത്ത ക്രിസ്റ്റൽ പോലെ, പരല് പോലെ കാണുന്ന രൂപങ്ങളാണ് ഇത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഔട്ട്സൈഡ് ദ ലിവിങ് സെൽ. എപ്പോഴാണ് എങ്ങനെ കാണുന്നത്, വെൻ ദേ ആർ പ്രസന്റ് ഔട്ട്സൈഡ് എ ഹോസ്റ്റ് ഓർഗാനിസം ഓർ ഔട്ട്സൈഡ് എ ലിവിങ് സെൽ ദേ അപ്പിയർ ആസ് എ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഫ്രീ ആയിട്ട് കാണുമ്പോൾ അല്ലെ, നമ്മൾ എയറിൽ വൈറസസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിനെ കാണുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള തിങ് ആയിട്ടാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, എയറിൽ കാണുന്നത്. വെൻ ദിസ് ക്രിസ്റ്റലൈൻ വൈറസ് എൻറ്റേഴ്സ് ഇൻസൈഡ് എ host body means maybe a plant or animal, they change their all actions, is it? Nowadays viruses term is very familiar to us അല്ലേ. നമ്മൾ ഇതേപോലെ ഓൺലൈൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ മാറാൻ കാരണം തന്നെ എന്താണ്, വൈറസസ് ആണ്, കൊറോണ വൈറസ് ആണെന്നുള്ളത് അറിയാം അല്ലേ. സോ ഹിയർ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് ഔട്ട്സൈഡ് ദ ലിവിങ് സെൽ. And viruses did not find a place in classification. ക്ലാസിഫിക്കേഷനിൽ വൈറസസിനെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ 5 കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതിന് കാരണം എന്താണ്, they did not find a place in classification since they are not truly living. So is virus a living organism or non-living organism? നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഇല്ല അല്ലേ. If they present in air or outside the cell, they exist as a non-living thing. When they enters into a host body, they act as a living organism. That is, at the same time they share both the characters of a living organism and a non-living organism. അല്ലെ, ഒരേ സമയത്ത് ലിവിങ് ആയതിൻ്റെയും നോൺ ലിവിങ് ആയതുപോലെയും ബിഹേവ് ചെയ്യുന്നത് കാരണം ദേ ഹാവ് നോ പ്ലേസ് ഇൻ ക്ലാസിഫിക്കേഷൻ. ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് അതിനെ എവിടെ പ്ലേസ് ചെയ്യണം നമുക്ക് അറിയില്ല. സോ viruses are obligate parasites. This term is important. Viruses are considered as obligate parasite. What is obligate parasite? A parasite means what? Parasites always depend a host organism to complete their life cycle. ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എപ്പോഴും ആരെ ഡിപ്പെൻഡ് ചെയ്യും, ഹോസ്റ്റ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഹിയർ വൈറസസ് ഓൾസോ കൺസിഡേർഡ് ആസ് എൻ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. അതിൻ്റെ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഹോസ്റ്റ് ഓർഗാനിസത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്, obligate parasite. That is partially they depend a host organism.
They share characteristics of both living and non-living things. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, they share the characteristics of both living and non-living thing. Living ആയതിൻ്റെയും നോൺ ലിവിങ് ആയതിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്നത് കാരണം they have no place in classification, so they are also called biologist puzzle. Biologist puzzle. ഓക്കെ, ബയോളജിസ്റ്റിന് ഇതൊരു പസിലാണ്. പസിൽ ടേം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ, ബയോളജിസ്റ്റിൻ്റെ പസിൽ ആയിട്ടാണ് പറയുന്നത്. വൈ ദേ ആർ കോൾഡ് ബയോളജിസ്റ്റ് പസിൽ? ബിക്കോസ് അറ്റ് ദ സെയിം ടൈം ദേ ഷെയർ ബോത്ത് ദ ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ക്ലിയർ? അപ്പോൾ ഏതൊക്കെയാണ് ലിവിങ് തിങ്സ് റിസംബ്ലൻസ് കാണിക്കുന്ന ക്യാരക്ടേഴ്സ്, അതേപോലെ നോൺ ലിവിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, അതിലേക്ക് പോകാം. ദെൻ ദ ക്യാരക്ടേഴ്സ് which resemblance with the living things. ഓക്കെ, അപ്പോൾ ലിവിങ് തിങ്സ് ആണെന്ന് തോന്നാനുള്ള ക്യാരക്ടേഴ്സ് വൈറസസിന് കാണുന്ന ക്യാരക്ടേഴ്സ് ആണ്. ദേ ഹാവ് ദെയർ ഓൺ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, നമ്മൾ സ്ട്രക്ചർ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് പറയും വൈറസസ് ഹാവ് ദെയർ ഓൺ ജനറ്റിക് മെറ്റീരിയൽ ലൈക്ക് RNA, DNA ഇൻ ഹയർ ഓർഗാനിസം. അപ്പോൾ അത് നമുക്കൊക്കെ ഉള്ള ജനറ്റിക് മെറ്റീരിയൽ പോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്തുണ്ട്, ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ചിലതിൽ RNA ആണ്, ചിലതിൽ എന്ത് കാണാം, DNA കാണാം. അപ്പോൾ ഏതിലാണ് RNA, DNA എന്നൊക്കെ ഉള്ളത് നമ്മൾ സ്ട്രക്ചർ പറയുമ്പം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ സ്വന്തമായി ജനറ്റിക് മെറ്റീരിയൽ ഉള്ളത് കാരണം അത് എന്തുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട്, ദാറ്റ് ഇസ് ടു ലിവിങ് തിങ്സ്, ജീവനുള്ള ആൾക്കാരെ പോലെ ഉള്ള ക്യാരക്ടേഴ്സാണിത്. നെക്സ്റ്റ്, ദേ ക്യാൻ അണ്ടർഗോ മ്യൂട്ടേഷൻ. Mutation means we know sudden heritable changes are called what? Mutation. This changes occurs in genetic material. Genetic materials ന്റെ മുകളിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോർമലി ലിവിങ് തിങ്സിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. മ്യൂട്ടേഷൻ ലീഡ്സ് ടു ക്യാൻസർ, ഇങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ജനറ്റിക് മെറ്റീരിയൽസിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരാം. ആൻഡ് ദിസ് ചേഞ്ചസ് മേ ബി ട്രാൻസ്മിറ്റ് ഫ്രം നെക്സ്റ്റ് ജനറേഷൻ. അതാണ് എന്ത് പറയുന്നത്, ഹെറിറ്റബിൾ ചേഞ്ചസ് എന്ന് പറയുന്നത്. സച്ച് ചേഞ്ചസ് ഓൾസോ occurs in here viruses also. The next, they reproduce using the metabolic machinery of host cell. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ലിവിങ് ആയ ഓർഗാനിസം അല്ലേ നോർമലി റീപ്രൊഡക്ഷൻ നടത്തുന്നത്, അതുപോലെ വൈറസസ് ക്യാൻ ഓൾസോ റീപ്രൊഡ്യൂസ് ബൈ യൂസിങ് ദ മെഷീനറി ഓഫ് ഹോസ്റ്റ് സെൽ. ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇത്രയും, ഇത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പോയിന്റ്സ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ദേ ആർ ലിവിങ് തിങ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ഷെയർ സം ദ ക്യാരക്ടേഴ്സ് ഓഫ് നോൺ ലിവിങ് തിങ്സ്. അത് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. റിസംബ്ലൻസ് വിത്ത് നോൺ ലിവിങ് തിങ്സ്. ദേ ലാക്ക് എ സെല്ലുലാർ സ്ട്രക്ചർ. ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അതിൻ്റെ ബേസിക് യൂണിറ്റ് ഇസ് സെൽ. ബട്ട് ഹിയർ ഇൻ കേസ് ഓഫ് വൈറസസ് ദേ ആർ നോൺ സെല്ലുലാർ സ്ട്രക്ചർ. ദർ ഇസ് നോ സെല്ലുലാർ സ്ട്രക്ചർ അല്ലെ, സെല്ലുലാർ സ്ട്രക്ചർ ഇല്ല. സെൽ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ ബോഡിയിൽ നമുക്ക് കാണുന്നില്ല, സെല്ലുലാർ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. വൈറസസ് ബോഡി ഈസ് കോൾഡ് ന്യൂക്ലിയോ പ്രോട്ടീൻ എന്നാണ് പറയാം. ഓക്കെ, ദെൻ they lack enzyme system and do not have metabolic activity. അപ്പോൾ നോർമൽ ലിവിങ് തിങ്സിൽ കാണുന്നത് പോലെ എൻസൈം ആക്ടിവിറ്റി, എൻസൈംസ് ഒന്നും അതിൻ്റെ ബോഡിയിലില്ല. അപ്പോൾ എൻസൈം സിസ്റ്റം ഇല്ല. ആൻഡ് ഡു നോട്ട് ഹാവ് മെറ്റബോളിക് ആക്ടിവിറ്റി. മെറ്റബോളിക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ വൈറസസിൽ കാണുന്നില്ല. റീപ്രൊഡക്ഷൻ ഉണ്ടെന്നല്ലാതെ അതർ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ്, ആബ്സെൻ്റ് ആണ്. ദെൻ ദേ ക്യാൻ ബി ക്രിസ്റ്റലൈസ്ഡ്. അതൊരു ക്രിസ്റ്റൽ ഫോമിലേക്ക്, വൈറസസിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. കാരണം എങ്ങനെയാണ്, ഇഫ് ദേ പ്രസൻറ്റ് ഇൻ എയർ ദേ ഇനേർട്ട് ആസ് എ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അപ്പോൾ ക്രിസ്റ്റൽസ് പോലെയുള്ള രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ ലിവിങ് ആയ ആൾക്കാർ അങ്ങനെ ക്രിസ്റ്റൽ പോലെ കാണും, ഇല്ല. ദേ ഡു നോട്ട് റെസ്പയർ. അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നോൺ ലിവിങ് ആണ് ഏറ്റവും റിസംബ്ലൻസ് വരുന്ന ക്യാരക്ടറാണ് എന്ത്, ദേ ഡു നോട്ട് റെസ്പയർ. ലിവിങ് ഓർഗാനിസം എന്ത് ചെയ്യുന്നു, റെസ്പിറേഷൻ നടത്തുന്നു, ശ്വസിക്കുന്നു എന്നറിയാം. ബട്ട് ഹിയർ ദേ ഡു നോട്ട് റെസ്പയർ, റെസ്പിറേഷൻ നടത്തുന്നില്ല. സോ എന്താണ്, അപ്പോൾ ഇവിടെ നോൺ ലിവിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ സെയിം ടൈം ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടേഴ്സ്, സെയിം ടൈം നോൺ ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടേഴ്സ് ഉള്ളത് കാരണമാണ് എന്ത് പറയുന്നത്, ബയോളജിസ്റ്റ് പസിൽ എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് നമുക്ക് പോകുന്നത് വൈറസസ് റിലേറ്റഡ് ആയിട്ട് 1-2 സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർമ്മിച്ച് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വൈറസസിനെ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ദെൻ ദ നെയിം വൈറസ്, ദാറ്റ് മീൻസ് വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ നെയിം വൈറസ്
മീൻസ് വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ്. അപ്പോൾ വൈറസ് എന്ന് പറയുന്ന ടേം അതിൻ്റെ മീനിങ് എന്താണ്? വെനം എന്നാണ്. വെനം മീൻസ് നമുക്കറിയാം അല്ലെ, സ്നേക്ക് വെനം കേട്ടിട്ടുണ്ടാവും. പോയിസൺ എന്നാണ് അർത്ഥം. പോയിസണസ് ഫ്ലൂയിഡ് എന്നാണ് വൈറസ് എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം എന്താണ്? പോയിസണസ് ഫ്ലൂയിഡ് ഓർ വെനം എന്നാണ്. ആ പേര് കൊടുത്തത്, വൈറസ് എന്ന് പറയുന്ന നെയിം കൊടുത്തത് ആരാണ്? ഗിവൺ ബൈ ദ സയൻറ്റിസ്റ്റ് നെയിം ഓർമ്മിച്ച് നോക്കുക, ഡിമിട്രി ഇവാനോസ്കി. ഓക്കെ, ഡിമിട്രി ഇവാനോസ്കി. സ്പെല്ലിംഗ് ഒന്ന് ജസ്റ്റ് പഠിച്ചെടുക്കുക എങ്ങനെയെങ്കിലും. ഡിമിട്രി ഇവാനോസ്കി ആണ് എന്ത് പറഞ്ഞത്? ദ നെയിം വൈറസ് മീൻസ് വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ്. അത് കൊടുത്ത ആളാണ് ആര്? ഡിമിട്രി ഇവാനോസ്കി. ആൻഡ് ഇറ്റ് ഈസ് ഇൻ 1892. ദ നെക്സ്റ്റ് സെയിം ഈ സയൻറ്റിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹി റെക്കഗ്നൈസ്ഡ് സർട്ടൈൻ മൈക്രോബ്സ് ആസ് കോസൽ ഓർഗാനിസം ഓഫ് മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ. എന്താണ് റെക്കഗ്നൈസ് ചെയ്തത്? ടൊബാക്കോ പ്ലാന്റിൽ. ടൊബാക്കോ എന്താ നമുക്കറിയാലോ അല്ലേ, പുകയിലയാണ്. അപ്പോൾ ആ ചെടിയിൽ എന്തുണ്ട്? മൊസൈക്ക് ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്. മൊസൈക്ക് ഡിസീസ് മീൻസ് വാട്ട്? അതിൻ്റെ ലീഫിലൊക്കെ പല കളറിൽ എന്ത് ചെയ്യുക, പുള്ളിക്കുത്തുകൾ ഇങ്ങനെ വീഴുക. അതിനാണ് എന്ത് പറയുന്നത്? മൊസൈക്ക് ഡിസീസ് എന്ന് പറയുന്നത്. ടൊബാക്കോ പ്ലാന്റ്സിൽ എന്ത് ചെയ്യുന്നു? മൊസൈക്ക് ഡിസീസ് കോസ് ചെയ്യുന്നത്. അതിന് കാരണം ആരാണ്? സർട്ടൈൻ മൈക്രോബ്സ് ആസ് കോസൽ ഓർഗാനിസം. അപ്പോൾ ചില മൈക്രോബ്സ് ആണെന്ന് കണ്ടുപിടിച്ചു, പക്ഷെ അതിന് വൈറസ് ആണെന്നോ ഒന്നും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. എന്താണ് വെച്ചാൽ മൈക്രോബ്സ് കോസ് ദിസ് മൊസൈക്ക് ഡിസീസസ് ഇൻ ടൊബാക്കോ പ്ലാന്റ്. ഓക്കെ, പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യുന്നത്. അതൊരു വൈറസ് ആണ്, അതിൻ്റെ പേര് വൈറസ് എന്നാണ്. ആ മൈക്രോബ് വൈറസ് ആണ്. അതുപോലെ ആ മൈക്രോബിൻ്റെ പേര് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്, TMV എന്നാണ് പറയുക, ടൊബാക്കോ മൊസൈക്ക് വൈറസ്. വെരി ഇമ്പോർട്ടൻറ്റ് ടേം ഓർത്ത് വെക്കണം, എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ ചോദിക്കാറുണ്ട്. TMV ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഓക്കെ, ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം കാണാം അല്ലേ. അപ്പോൾ ഈ ഡയഗ്രാം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണ്. ഇപ്പം വരയ്ക്കാനായിട്ട് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ വരയ്ക്കാൻ ചോദിക്കുന്നില്ല എന്നല്ല, ചോദിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ചോദിക്കുന്നത് എങ്ങനെയാണ്? ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എന്തായാലും നിങ്ങൾ വരച്ചും പഠിച്ചിരിക്കണം. അതെന്താ? ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് ആണെന്ന് മനസ്സിലായി. ടൊബാക്കോ മീൻസ് എന്താ? ഇറ്റ്സ് എ പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് ആണ്. അപ്പോൾ അതിൽ ജനറ്റിക് മെറ്റീരിയൽ നിങ്ങൾക്ക് നോക്കാം. എന്താണ്? RNA എന്ന് ലേബൽ ചെയ്തിട്ടുണ്ടാകും അല്ലേ. RNA ജനറ്റിക് മെറ്റീരിയൽ. അതിൻ്റെ പുറത്ത് കാണുന്നൊക്കെ എന്താണ്? അതിൻ്റെ കോട്ടിംഗ് എന്നാണ് പറയുക. ദാറ്റ് കോട്ടിംഗ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ആ സ്ട്രക്ചർ പഠിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇനി ഇവിടെ അപ്പം എന്താണ്? മൊസൈക്ക് ഡിസീസ് കോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദേ വെയർ സ്മോളർ ദാൻ ബാക്ടീരിയ. ദേ മീൻസ് വാട്ട്? ദിസ് കോസേറ്റീവ് ഓർഗാനിസം, ദിസ് കോസൽ മൈക്രോബ്സ് സ്മോളർ ദാൻ ബാക്ടീരിയ. ബാക്ടീരിയ ഇസ് എ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആൻഡ് യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെ. അതിനേക്കാൾ ചെറുതായ ഒരു മൈക്രോബാണ് ഈ കോസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ വൈറസസ് എങ്ങനെയാണ്? ബാക്ടീരിയനേക്കാൾ ചെറുതാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ്. എന്താണ്? ദേ ആർ സ്മോളർ ദാൻ ബാക്ടീരിയ. എങ്ങനെയാണ് സ്മോളർ ദാൻ ബാക്ടീരിയ എന്ന് മനസ്സിലായത്? ദേ ക്യാൻ പാസ് ത്രൂ ബാക്ടീരിയ പ്രൂഫ് ഫിൽട്ടേഴ്സ്. ബാക്ടീരിയനെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ എടുക്കുന്ന എന്നുവെച്ചാൽ അതിനെ അരിച്ചെടുക്കുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ കൂടെ, അതിൻ്റെ ഹോളിൽ കൂടെ ആര് കടന്നു പോകുന്നു? വൈറസസ്. അപ്പോൾ ബാക്ടീരിയനേക്കാൾ ചെറുതായതുകൊണ്ടാണ് അതിൻ്റെ പ്രൂഫ് ഫിൽട്ടേഴ്സിൽ കൂടെ എന്ത് ചെയ്യുന്നത്? ഈ വൈറസസിന് പാസ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സ്മോളർ ദാൻ ബാക്ടീരിയ. ക്ലിയർ ആയല്ലോ? ഇനി അതിൻ്റെ നെക്സ്റ്റ് പറയണം. അപ്പോൾ ഈ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ഓർമ്മിച്ചു വെക്കുക. നെക്സ്റ്റ് ആണെന്ത്? M.W. ബെയ്ജറിനിക് എന്നാണ് പേര്. M.W. ബെയ്ജറിനിക്. ഓക്കെ, ആൻഡ് ദ ഇയർ ഹിയർ 1892 പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഇയർ ഓർമ്മിച്ചു വെക്കണം. 1898 ആണ് ഇയർ. ഓക്കെ, 1898 എന്താ ചെയ്തത് ഈ സയൻറ്റിസ്റ്റ്? ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ദ എക്സ്ട്രാക്ട് ഓഫ് ദി ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് ഓഫ് ടൊബാക്കോ could cause infection in healthy plants. Okay, അപ്പോൾ extract of the infected plant of tobacco. നേരത്തെ നമ്മൾ പറഞ്ഞു പ്ലാന്റ് ടൊബാക്കോയിൽ എന്താണുള്ളത്? മൊസൈക്ക് ഡിസീസ്. ആ ഇൻഫെക്റ്റഡ് പ്ലാന്റിൻ്റെ എക്സ്ട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ, എക്സ്ട്രാക്ട് മീൻസ് അതിൻ്റെ ജ്യൂസ് അല്ലേ, അതിൻ്റെ ആ ഒരു ജ്യൂസ് എക്സ്ട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ ആ എക്സ്ട്രാക്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഹെൽത്തി പ്ലാന്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിസീസ് വരുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? ഡിസീസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലാന്റ് ടു അതർ ഓർ ഫ്രം വൺ ഓർഗാനിസം ടു അതർ. The extract from the infected plant can cause disease in a healthy plant. അപ്പോൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അതർ മൈക്രോ ഓർഗാനിസം, പാത്തോജനിക് ഓർഗാനിസം ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ഈ മൈക്രോബ്സിൻ്റെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ക്ലിയർ ആയതാണ് ആര്? M.W. ബെയ്ജറിനിക് in 1898.
ദെൻ അടുത്തൊരു സയൻറ്റിസ്റ്റിൻ്റെ പേര് പറയാണ് W.M. സ്റ്റാൻലി എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനീഷ്യലൊക്കെ ഞങ്ങൾക്ക് മാറിപ്പോവരുത്, അറ്റ്ലീസ്റ്റ് ഈ ഒരു ടേം എങ്കിലും മെയിൻ ആയിട്ടുള്ള പേരെങ്കിലും ഓർമ്മിച്ച് വെക്കുക. ഇവിടെ MW, ഇവിടെ WM എന്നൊക്കെ കാണാം, അതൊക്കെ കൂടെ കൺഫ്യൂഷൻ ആവേണ്ട, എങ്ങനെയെങ്കിലും ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റാൻലി എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഇയർ നമ്മൾ ഓർമ്മിച്ച് വെക്കണം, ദാറ്റ് ഈസ് 1935. ഓക്കെ, 1935 എന്താ കണ്ടുപിടിച്ചത്? വൈറസസ് കുഡ് ബി ക്രിസ്റ്റലൈസ്ഡ് and crystals consist largely of proteins. വൈറസസിനെ ക്രിസ്റ്റൽ ഫോമിലാക്കി മാറ്റാൻ പറ്റും. നമ്മൾ പറഞ്ഞല്ലേ, ക്രിസ്റ്റൽ എന്നുള്ള ടേം ഓൾറെഡി പഠിച്ചല്ലേ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരാണിത് സ്റ്റാൻലി എന്നുള്ളത്. എന്താ ചെയ്ത് വൈറസസിനെ ക്രിസ്റ്റലാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ആ ക്രിസ്റ്റൽസ് ആറ് മെയിൻലി കണ്ടെയ്ൻ വാട്ട്? പ്രോട്ടീൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണത് പ്രോട്ടീൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിലെന്താണ് മെയിൻ ആയിട്ടുള്ളത്? ആരാണ്? പ്രോട്ടീൻ ആണെന്നാണ് ഈ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത്. Then next is about the structure of a virus. Okay, very important ആയിട്ടുള്ള സെഷൻ ആണ്, കറക്റ്റ് ശ്രദ്ധിക്കുക. സ്ട്രക്ചർ ഓഫ് വൈറസ്. അപ്പോൾ ഇവിടെ ഒരു ടേം ഉണ്ട്, ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത്. ഈ ഒരു ടേമിൽ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ വരും. സ്ട്രക്ചർ ഓഫ് വൈറസ്. വൈറസ് ഈസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ. ഓക്കെ, വൈറസ് ഈസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ. അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്നുള്ളത് ആ ടേം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ന്യൂക്ലിയോ ആൻഡ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ എന്താണെന്ന് മനസ്സിലായി, ആ ന്യൂക്ലിയോ കൂടെ കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രക്ചറായി അല്ലേ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രോട്ടീൻ കോട്ട്. അപ്പോൾ എന്താ ഉള്ളത്? അതിനൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ഔട്ടർ ഒരു കവറിങ് കാണാം, പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ആ പ്രോട്ടീൻ കോട്ടിന് കറക്റ്റ് പറയുന്ന പേരെന്താണ്? ക്യാപ്സിഡ് എന്നാണ് പറയാം. ഓക്കെ, ഔട്ടർ കോട്ടിങ് ഈസ് കോൾഡ് വാട്ട്? ക്യാപ്സിഡ്. ദാറ്റ് ക്യാപ്സിഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. ഇനി എന്താ ഉള്ളത്? ഈ പ്രോട്ടീൻ കോട്ടിന് ഉള്ളിലായിട്ട് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ജനറ്റിക് മെറ്റീരിയൽ ആണ് ആര്? നോർമലി നമ്മൾ പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്താ? DNA ഓർ RNA. അപ്പോൾ അതുപോലെ തന്നെ ഒന്നുകിൽ DNA അല്ലെങ്കിൽ RNA ആണ് എന്ത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു DNA എന്ന് പറയുമ്പോൾ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഹിയർ ഇറ്റ് ഈസ് റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് അല്ലേ, ആ ടേം ആണ് എന്ത്? ന്യൂക്ലിയോ എന്ന് വന്നത്. ന്യൂക്ലിയോ പ്രോട്ടീൻ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ വരയ്ക്കുകയാണെങ്കിൽ എന്താണ്? ഔട്ടർ ക്യാപ്സിഡ് എന്ന് പറയുന്ന ഒരു കോട്ടിങ് ജസ്റ്റ് ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ ക്യാപ്സിഡ് എന്ന് പറയുന്ന കോട്ടിങ് ഇത് ഒന്നുകിൽ ഇതുപോലെ പോളിഹിഡ്രൽ ഷേപ്പിൽ അങ്ങനെ വരയ്ക്കുന്നത് പോളിഹിഡ്രൽ, അല്ലെങ്കിൽ എങ്ങനെയാവാം? ഹെലിക്കൽ ഷേപ്പിലൊക്കെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം അതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇതുപോലെ രണ്ട് ഷേപ്പിലാണെങ്കിലും ജനറ്റിക് മെറ്റീരിയൽ എവിടെയാണ് ഉണ്ടാവുക? ജനറ്റിക് മെറ്റീരിയൽ ഇസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ്, ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ എവിടെയാണ്? ഇതിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈ വരച്ച ക്യാപ്സിഡ് എന്തുകൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? മെയ്ഡപ്പ് ഓഫ് പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ എന്താണ്? മെയ്ഡപ്പ് ഓഫ് പ്രോട്ടീൻ. ഉള്ളിൽ ആരെ കാണാം? ജനറ്റിക് മെറ്റീരിയലിനെ കാണാമെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഈ ക്യാപ്സിഡ് എന്ന് പറയുന്ന കോട്ടിങ്ങിനെ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഫോംഡ് ബൈ സ്മോൾ സബ് യൂണിറ്റ്. അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ നോക്കുമ്പോൾ ചെറിയ ചെറിയ സബ് യൂണിറ്റ്സ് ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെറിയ ചെറിയ പ്രോട്ടീൻ്റെ തന്നെ സ്മോൾ സബ് യൂണിറ്റ്സ് ഇങ്ങനെ ചേർന്നിട്ടാണ് കംപ്ലീറ്റ് ഇതുപോലെ ഫുള്ളായിട്ട് വരും. അതുപോലെ ഇവിടെയാണെങ്കിൽ എന്താണ്? സബ് യൂണിറ്റ്സ് ചേർന്നിട്ടാണ് ഈ ഒരു സ്ട്രക്ചറായിട്ട് മാറുന്നത്. ദാറ്റ് സബ് യൂണിറ്റ് ഈസ് കോൾഡ് ക്യാപ്സോമിയേഴ്സ്. ദേ ആർ കോൾഡ് ക്യാപ്സോമിയേഴ്സ്. ഓക്കെ, അപ്പോൾ ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുന്ന സബ് യൂണിറ്റ് ചേർന്നാണ് എന്തായിട്ട് മാറുന്നത്? ആ എൻറ്റയർ ക്യാപ്സിഡ് ആയിട്ട് മാറുന്നത്. സബ് യൂണിറ്റ്സ് ഈസ് കോൾഡ് ക്യാപ്സോമിയർ. ആൻഡ് ജനറ്റിക് മെറ്റീരിയലിനെ പറ്റിയാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് പറഞ്ഞു? ഐദർ RNA ഓർ DNA. ഒന്നുകിൽ RNA അല്ലെങ്കിൽ DNA. എപ്പോഴാണ് RNA വരുന്നത്, എപ്പോഴാണ് DNA എന്നാണ് പറയുന്നത്? കറക്റ്റ് ശ്രദ്ധിക്കാം. പ്ലാന്റ്സിൽ പ്ലാന്റ്സിൽ എന്ന് പറയുമ്പോൾ വൈറസസ് വിച്ച് ഇൻഫെക്റ്റ് പ്ലാന്റ്സ് അല്ലേ. പ്ലാന്റ്സിനെ എങ്ങനെ എഴുതി കൺഫ്യൂഷൻ ആവേണ്ട. പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് ആണെങ്കിൽ അതിനുള്ളിൽ കാണുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്തായിരിക്കും? RNA ആണ് ഉണ്ടാവുക. അതും എന്താണ്? സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇവിടെ SSRNA എന്നാണ് ഷോർട്ട് ചെയ്യുക. SSRNA സിംഗിൾ സ്ട്രാൻഡഡ് RNA എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്കറിയാം നോർമലി RNA എന്താണ്? സിംഗിൾ സ്ട്രാൻഡഡ് തന്നെയാണ്. പക്ഷെ എടുത്ത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് നെക്സ്റ്റിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. പ്ലാന്റ്സിലാണെങ്കിൽ സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. നോർമൽ കേസിലാര് ജനറ്റിക് മെറ്റീരിയൽ. RNAയും DNAയും കൂടെ ഒരുമിച്ച് ഒരാൾക്ക് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഇനി ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതണോ? ഹിയർ വൈറസസ് വിച്ച് ഇൻഫെക്റ്റ് പ്ലാന്റ്സ്. അതാണ് മീനിങ്. ഇവിടെ പ്ലാന്റ്സിൻ്റെ ഉള്ളിലെ നല്ല പറയുന്നത് പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ, അതുപോലെ ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഒന്നുകിൽ സിംഗിൾ സ്ട്രാൻഡഡ് RNA ഓർ
ഡബിൾ സ്ട്രാൻഡഡ് RNA എന്ന് പറയുന്നു. ഡബിൾ സ്ട്രാൻഡഡ് RNA. അപ്പോൾ RNA നോർമലി സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. അപ്പോൾ ചില സമയത്ത് അതിൻ്റെ ഫോൾഡിങ് കാരണം സ്പെഷ്യൽ ബോണ്ട് ഫോം ചെയ്തിട്ട് എന്തുപോലെയാവും, ഡബിൾ സ്ട്രാൻഡഡ് RNA ആയിട്ടാണ് എപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സിംഗിൾ സ്ട്രാൻഡഡ് RNA അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് RNA ആയിട്ടും കാണാം. എവിടെ? അനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിൽ. അല്ലെങ്കിൽ എങ്ങനെ കാണാം, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ആയിട്ടും കാണാം. അപ്പോൾ DNA എപ്പോഴും എന്തായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഡബിൾ സ്ട്രാൻഡഡ് ആണ് അല്ലേ, നമുക്കറിയാം അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ എന്താ ഡബിൾ സ്ട്രാൻഡഡ് DNA. അപ്പോൾ മനസ്സിലായല്ലേ എവിടെയാണ് സിംഗിൾ സ്ട്രാൻഡഡ് RNA? നേരത്തെ TMV പറഞ്ഞപ്പോൾ എന്തായിരുന്നു, സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ വൈറസ് വിച്ച് ഇൻഫെക്റ്റ് പ്ലാന്റ്. Here animals infected ആണെങ്കിൽ സിംഗിൾ ഓർ ഡബിൾ സ്ട്രാൻഡഡ് RNA or ഡബിൾ സ്ട്രാൻഡഡ് DNA. ക്ലിയർ? അപ്പോൾ ഇതാണ് എന്ത്, ജനറ്റിക് മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ട് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം. അതുപോലെ പ്രോട്ടീൻ കോട്ട് ഈസ് കോൾഡ് ക്യാപ്സിഡ്, ഫോംഡ് ബൈ ദ സബ് യൂണിറ്റ് ക്യാപ്സോമിയസ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് എന്ത്, വൈറസസിൻ്റെ സ്ട്രക്ചർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസീസസ് കോസ്ഡ് ബൈ വൈറസസ് ആണ്. അത് അനിമൽസിൽ എങ്ങനെയാണ്, പ്ലാന്റ്സിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഹിയർ ഇൻ അനിമൽസ് സം എക്സാമ്പിൾ, മംസ്, അതുപോലെ സ്മോൾ പോക്സ്, ഹെർപ്പിസ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ് അല്ലേ, ഇതൊക്കെ എന്താണ്, അറിയാവുന്ന ഡിസീസാണ്, കോമൺ ഡിസീസാണ്. നമുക്കറിയുന്ന കോമൺ കോൾഡ് തന്നെ എന്ത് തന്നെയാണ്, വൈറൽ ഡിസീസാണെന്ന് അറിയാം. റൈനോ വൈറസ് ആണ് അത് കോസ് ചെയ്യുന്നതെന്ന് അറിയാം. അതുപോലെ എന്താണ്, ഇപ്പോൾ ഏറ്റവും സിവിയറായ എയ്ഡ്സിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്, HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് കോസ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് ഡിസീസിൻ്റെ പേരിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പം എന്താണ്, ഡിസീസിന് പകരം അതുണ്ടാക്കുന്ന പ്ലാന്റ് സിംറ്റംസിനെ പറ്റിയാണ് നമ്മൾ പറയുക. അത് വെച്ചിട്ടാണ് ഡിസീസിനെ നമ്മൾ പറയുന്നത്. അപ്പം ഇതുപോലെ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെയാണ്, ഫസ്റ്റ് ഒരു സിംറ്റമാണ് മൊസൈക്ക് ഫോർമേഷൻ. ഓക്കെ, മൊസൈക്ക് ഫോർമേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു, എന്താണ്, പ്ലാന്റ്സ് അതിൻ്റെ ലീഫ് ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നിറയെ കളറിലായിട്ട് ഓരോരോ കുത്തുകൾ വരുന്നതാണ് എന്ത്, മൊസൈക്ക് ഫോർമേഷൻ. അതുപോലെ ലീഫ് റോളിങ്, ലീഫ് കേളിങ്, വെച്ചാൽ ലീഫൊക്കെ ഇങ്ങനെ ചുരുണ്ടു പോവുക അല്ലേ. ദെൻ യെലോയിങ്, ഗ്രീൻ കളറാണ് നോർമൽ, അപ്പോൾ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് കുറഞ്ഞ് പകരം എന്തായി മാറുന്നത്, ലീഫിൻ്റെ കളർ യെലോയിഷ് ആയിട്ട് മാറുന്നത്. ദെൻ വെയിൻ ക്ലിയറിംഗ് ഉണ്ട്. ദെൻ ഡ്വാർഫിസം, സ്റ്റണ്ടഡ് ഗ്രോത്ത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഡ്വാർഫിസം, സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിന് വളർച്ച മുരടിച്ച് പോവുക അല്ലെ, നോർമൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്യാതിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ ഇതൊക്കെ പ്ലാന്റ്സിൻ്റെ സിംറ്റംസ് ആണ്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത്, മെയിനായിട്ട് വൈറസസ് റിലേറ്റഡ് ആയിട്ട് വരേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ കഴിഞ്ഞില്ല ഈ ചാപ്റ്റർ കഴിയണമെങ്കിൽ വൈറോയിഡ്സിനെ പറ്റിയുള്ള കുറച്ച് കാര്യം, അതുപോലെ പ്രയോൺസ്, ദെൻ ബാക്ടീരിയോഫേജസ് എന്താണെന്നുള്ളത് കൂടെ നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്ത എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനിയും പറയാനുണ്ട് ബാക്കി കാര്യങ്ങൾ, ബാക്ടീരിയോഫേജസ്, പ്രയോൺസ്, വൈറോയിഡ്സ്, ഇത്രയും കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവേ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റിലേറ്റഡ് ഡൗട്ട്സ് വരുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ ടുഡേ. സീ യു ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്.